ISL തുടർച്ചയായ മൂന്നാം വിജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഉടൻ കളത്തിലിറങ്ങും. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകമായ കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കിക്ക് ഓഫ്. ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം കാണാൻ ആരാധകരും എത്തിത്തുടങ്ങി. ഒരു ഹാട്രിക് വിജയത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വീണ്ടും ഇറങ്ങുകയാണ്. 2 മത്സരം വിജയിച്ച പ്രതീക്ഷ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ഒരു ആരാധക പ്രവാഹം ഇല്ലെങ്കിൽ പോലും കോഴിക്കോട്. ഈ കഴിഞ്ഞ കളികളിൽ ഇപ്പോ 2 കളികളിൽ കേരളം ജയിച്ചാണ് വന്നത്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെ കാണുന്നത്? അതിനൊക്കെ നല്ലൊരു കളിയാണ് കളിക്കുന്നത്. അതായത് സ്റ്റാറെ മാറിയ ശേഷം പിന്നീട് അസിസ്റ്റന്റ് കോച്ച് നല്ല അടിപൊളിയാണ് കളിക്കണത്. ഫുൾ 2 കളി അടുപ്പിച്ച് ജയിച്ചിന് 3ാമതോ ജയിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഈ നോർത്ത് ഈസ്റ്റിനായിട്ട് ജയിക്കുക അത്ര എളുപ്പമുള്ള കാര്യമാണോ? കാരണം അവരുടെ കാര്യമാണ്. ഇന്നലെ 3-1 കേരള ജയിക്കൂ. നോവന്റെ ഒരു ഗോളും കോൺഫിഡൻസ് ആണെല്ലാം. ഓക്കെ, തീർച്ചയായിട്ടും ആരാധകരുടെ ഒരു വലിയൊരു പ്രതീക്ഷ കേരളം ബ്ലാസ്റ്റേഴ്സ് ജയിക്കും എന്നത് തന്നെയാണ്. ആ പ്രതീക്ഷയാണ് പ്രത്യേകിച്ച് ഈ ഹോം മാച്ച് ഗ്രൗണ്ടിൽ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ അനുകൂല ഘടകമായി മാറുന്നത്. പക്ഷേ വലിയൊരു ആരാധക പ്രവാഹം ഇങ്ങോട്ടേക്കില്ല എന്നത് വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ടീം മാനേജ്മെന്റ് മഞ്ഞപ്പടയുമായിട്ടൊക്കെ ഒരു ചർച്ചയൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചയൊക്കെ കഴിഞ്ഞുവെങ്കിൽ പോലും ആരാധകർ ഈ പറയുന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് എല്ലാവിധ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും പറയുന്ന രീതിയിലുള്ള ഒരു വലിയൊരു തിരക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇക്കുറി ഹാട്രിക് വിജയം തേടി ആണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് പരിശീലകൻ, അസിസ്റ്റന്റ് പരിശീലകനാണ് ഇപ്പോൾ ടീമിനെ നയിക്കുന്നത്. നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്? ട്രിവാൻഡ്രം. എങ്ങനെ കളി ഇപ്രാവശ്യം എങ്ങനെ ആയിരിക്കും? കളി നമ്മൾ തന്നെ ജയിക്കും. ഇപ്പൊ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ കളി വെച്ച് നോക്കുകയാണെങ്കിൽ സച്ചിൻ സുരേഷിന്റെ കൂടെ ഉള്ളതാണ്. കൺഫേമാ ജയിച്ചിരിക്കും. കഴിഞ്ഞ വർഷത്തെ കളി വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജയിച്ചിരിക്കും. കാരണം കഴിഞ്ഞ കളി 80 പൊസിഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ടീമിന്. അതുകൊണ്ട് തീർച്ചയായും ഇന്നത്തെ കളി നമ്മൾ ജയിച്ചിരിക്കും. ഒരു സ്ഥിരം കോച്ചില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. നിലവിലുണ്ടായിരുന്ന കോച്ചിനെക്കാളും ഇപ്പൊ അസിസ്റ്റന്റ് കോച്ചുകള് നല്ല രീതിക്കുള്ള പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കും. കഴിഞ്ഞ 2 കളി വിജയം അതാണ് കാണിക്കുന്നത്. 4 കളിയിൽ 3 വിജയം 1 തോൽവി. കഴിഞ്ഞ മുമ്പത്തെ കോച്ച് ഉണ്ടായിരുന്ന സമയത്ത് തോൽവികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 4 കളിയിൽ 3 വിജയം ഉണ്ട്. അപ്പൊ നമുക്ക് കൂടുതലും അസിസ്റ്റന്റ് കോച്ച് മതി എന്നുള്ളത്. ഹോം മാച്ചിൽ പ്രധാനമായിട്ടും ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ആരാധകർ തന്നെയാണ്. അപ്പൊ ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഉണ്ടാവും? നമ്മളുണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ ഒരു വലിയ ആരാധക സപ്പോർട്ടോടുകൂടി തന്നെ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു കയറും എന്ന പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. സുജയ് എഡ്വേർഡിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.